നന്ദിയാൽ പാടിടൂ. നല്ലവനീശു നൽകിയ എല്ലാ ദാനങ്ങളോർത്തു നിത്യം. നല്ലവനീശു നൽകിയ എല്ലാ ദാനങ്ങളോർത്തു നിത്യം. ഞാൻ മരിച്ചിരുന്നവരാം നമ്മെ ജീവിപ്പിച്ചേശുകൂടെ. അതിക്രമത്താൽ മരിച്ചിരുന്നവരാം നമ്മെ ജീവിപ്പിച്ചേശുകൂടെ. പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ കൃപയുമാ കൃപയേ. കൃപയുമാ കൃപയേ. പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ കൃപയുമാ കൃപയേ. കൃപയുമാ കൃപയേ. നന്ദിയാൽ പാടിടുവോ. നന്ദിയാൽ പാടിടുവോ. നല്ലവനീശു നൽകിയ എല്ലാ ദാനങ്ങളോർത്തു നിത്യം. നല്ലവനീശു നൽകിയ എല്ലാ ദാനങ്ങളോർത്തു നിത്യം. വരും കാലത്തിൽ കൃപയുടെ ധനത്തിൽ മഹിമയെ കാണിപ്പാനായി. വരും കാലത്തിൽ നമ്മെ കൃപയുടെ ധനത്തിൽ മഹിമയെ കാണിപ്പാനായി. വ്യാപാരശക്തിയാൽ സ്വർഗത്തിൽ ഇരുത്തി സ്വർഗത്തിൽ ഉയിർപ്പിച്ചു. വ്യാപാരശക്തിയാൽ ഇരുത്തി സ്വർഗത്തിൽ ഇരുത്തി സ്വർഗത്തിൽ. നന്ദിയാൽ പാടിടുവോ. നന്ദിയാൽ പാടിടുവോ. നല്ലവനീശു നൽകിയ എല്ലാ ദാനങ്ങളോർത്തു നിത്യം. നല്ലവനീശു നൽകിയ എല്ലാ ദാനങ്ങളോർത്തു നിത്യം. പവർ പോയിന്റ് വരുന്നതിന് ചെറിയ താമസം കൊണ്ടാണ് നമ്മൾ 1-2 പാട്ടൊക്കെ പാടാൻ സമയം കിട്ടിയത്. അത് ദൈവം നന്മയ്ക്കായിട്ടാക്കി തീർക്കുമല്ലോ. പലപ്പോഴും പലരും കർത്താവിലേക്ക് തന്നെ വരുന്നതും ഉറക്കപ്പെടുന്നതും ഒക്കെ പാട്ടിലൂടെ. എന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്റെ വൈഫാണ്. വൈഫ് ശ്രീകലയും ഞാനും എല്ലാം ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പം ശ്രീകല ഭയങ്കര പാട്ടുകാരിയാണ്. എന്റെ സംഗീത അധ്യാപിക ആരാന്ന് ചോദിച്ച ശ്രീകലയാണ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അധികം ഒന്നും പാടത്തില്ലായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം എന്നെ ട്രെയിൻ ചെയ്തെടുത്തു പാടിച്ച്. അപ്പൊ ശ്രീകല പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ പുഷ്പഗിരിയിൽ MBBS പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിന്റെ ചില കൂട്ടുകാരികൾ ഇങ്ങനെ റൂമിലിരുന്ന് പാട്ടുകൾ പാടുന്നു. അപ്പോ പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, ക്രിസ്ത്യൻ സോങ്സ് എസ്പെഷ്യലി ഭയങ്കര മെലോഡിയസ് ആയതുകൊണ്ട് ശ്രീല ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ ഇന്ന് പാടിക്കോട്ടെ. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി, ഒരാളും കൂടെ ഞങ്ങളുടെ കൂടെ പാടാൻ കിട്ടിയിരുന്നു. അപ്പൊ ഓരോരുത്തരെ അങ്ങോട്ട് ഇന്ന് വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഒരാൾ വന്ന് ചോദിച്ച് ഇങ്ങനെ പാട്ട് പാടാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ആ ഹോസ്റ്റൽ ഫെലോഷിപ്പില് ശ്രീലയും ജോയിൻ ചെയ്ത് പാട്ടുകളൊക്കെ പാടി, അങ്ങനെ പാട്ടുപാടി കർത്താവിൻ്റെതായി തീർന്നു. അതായത് പിന്നെ റൂംമേറ്റിന്റെ ഒരു ബൈബിള്, ആ അന്ന് ശ്രീയുടെ റൂംമേറ്റ് പുള്ളിക്കാരി ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുട്ടി. അപ്പം ബൈബിൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യവശാല റൂമിനകത്ത്. പക്ഷെ ശ്രീല പറയുന്നത് പുള്ളിക്കാരത്ത് ബൈബിൾ ഭയങ്കര കണ്ടിട്ടില്ല. പക്ഷെ റൂമിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്ത്രീകളെ പാത്ത് ഈ ബൈബിൾ എടുത്ത് നോക്കുകയും തുറന്നെടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പം അതിനകത്ത് യേശുവിന്റെ പാപക്ഷമയും
കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ഒത്തിരി സ്പർശിക്കുകയും അങ്ങനെ അങ്ങനെ പിന്നെ ഈ ഹോസ്റ്റൽ ഫെലോഷിപ്പും അവിടെ സ്ത്രീകളെ മെന്റർ ചെയ്യാൻ വേണ്ടി ദൈവം തന്നെ ഒരു ബീന എന്ന് പറഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു മാഡം അവിടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പം മാഡം സഞ്ജീവനി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ബീന സാൻ മാത്യൂസ്. അപ്പൊ മാഡമാണ് സ്ത്രീകളുടെ ഒരു സ്പിരിച്വൽ മദർ ആയിട്ടുള്ളത്. പിന്നീട് ഈവൻ സ്ത്രീകളുടെ പ്രപ്പോസൽ എനിക്ക് കൊണ്ടുവന്നതെല്ലാം ഈ ബീന മാഡം തന്നെയാണ്. എന്റെ കഥ പറയുവാണെങ്കിൽ അത് വേറെ വലിയൊരു കഥയാണ്. അത് യൂട്യൂബിലൊക്കെ തന്നെ നിങ്ങൾ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റിമണി ഒന്ന് സെർച്ച് ചെയ്താൽ എന്റെ ടെസ്റ്റിമണി ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ കിട്ടും. ഞാനത് ഡിൻസിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ അതെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിച്ച് കഥാങ്ങളിലേക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ സർവ്വപിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അത് ഞങ്ങൾ പാടിയതുപോലെ നന്ദിയാൽ പാടിയിടുകയും നല്ല യേശു നൽകിയ ദാനങ്ങൾ ഓർത്ത് നിത്യവും നന്ദിയാൽ ഞങ്ങൾ പാടിയിടുന്നു. എത്ര നല്ലവനായ കർത്താവ് ഞങ്ങൾ മധ്യത്തിൽ നിന്നുണ്ട്. അതെ കർത്താവെ, എല്ലാം എനിക്ക് എന്റെ നന്മയ്ക്കായി സ്വർലോകനാഥൻ തരുന്നതാൻ ഇല്ല ഭീതി ഉള്ളിൽ എന്റെ നല്ല നാഥൻ അവനല്ലോ ഞങ്ങൾ ഇന്ന് പാടിയല്ലോ. അതെ കർത്താവെ, അവിടുന്ന് സ്വർലോകത്തിന്റെ നാഥൻ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവിടത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ പോയി എല്ലായിടത്തും ശിഷ്യരാക്കിക്കൊള്ളുവെന്ന് കൽപ്പിച്ച അരുമനാഥൻ. അതെ കർത്താവെ, ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത് അവിടുത്തെ ആ ശബ്ദം കേൾക്കാനാണ്. അവിടുത്തെ പാടുപെടുത്തൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളതിന് താഴ്ത്തുന്നു. കർത്താവെ, കൊച്ചുകുഞ്ഞിനെ പോലെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട്, വട്ടപൂജ്യമായിട്ട് ഞങ്ങൾ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെങ്കിലും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. അവിടുത്തെ വലിയ ശക്തിയാലും സ്നേഹത്താലും ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ സന്തോഷത്താലും സമാധാനത്താലും ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ സാന്നിധ്യബോധത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അങ്ങനെ ഞങ്ങൾ കാണണം, കേൾക്കണം, അവിടുത്തോട് ചേർന്നിരിക്കണം. ഞങ്ങള് കർത്താവെ, മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾക്കത് ഏറ്റവും ഹൃദ്യമാക്കി തരണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ഒരു മാസ്കോടെ കർത്താവെ, ഒരു മുഖംമൂടിയോടുകൂടിയല്ല, മൂടുപടമല്ല, നീങ്ങിയ മുഖത്ത് അവിടുത്തെ വചനമാകുന്ന കണ്ണാടിയിലെ അവിടുത്തെ തേജസ്സിനെ കണ്ട് അത് പ്രതിഫലിപ്പിച്ച് അവിടുത്തെ ആ സ്വരൂപത്തിലേക്ക്, അറിയ സ്വരൂപത്തിലേക്ക് കർത്താവെ, തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് ഞങ്ങൾ വരും. നന്ദി കർത്താവെ, നാം പ്രാർത്ഥനകൾ പുസ്തകിക്കുന്ന യേശു കർത്താവിന്റെ വലിയ മാത്രമുള്ള നാമത്തെ ആമേൻ. ആമേൻ. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, ഡിൻസി, നിങ്ങളുടെ പ്രിയ സഹോദരി ഡിൻസിയെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോ ഞാൻ യൂത്തിനെ ഉള്ള സംസാരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനായിട്ട് കുറെ വലിയ പ്രസംഗിക്കാതെ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് നിങ്ങളോടൊക്കെ ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രകാരം എനിക്ക് 7 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് 7 ടോപ്പിക്സ് മാതിരിയാണ്. എന്നാൽ 7 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഈ പറയുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ എപ്പോ വേണമെങ്കിലും ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത് കൈ ഉയർത്തി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലോ സംശയങ്ങൾ ചോദിക്കണമെങ്കിലോ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ ഉള്ള അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ, അതിനൊരു വല്ലാത്ത ഷൈ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പറിൽ എന്തെങ്കിലും നിങ്ങളുടേതായ എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും എഴുതി മുമ്പോട്ട് പാസ് ചെയ്ത അതും നമുക്ക് ഇടയിൽ ആൻസർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോ ആദ്യം ഓക്കെ വണ്ടർഫുൾ. പിപിടിയിലാക്കിയോ? വണ്ടർഫുൾ. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഡിൻസി എഞ്ചിനീയർ അല്ലേ? ഓക്കെ, നല്ല കാര്യം. അപ്പൊ നമുക്ക് ഈ ഡോക്ടർമാർ മാത്രമല്ല എഞ്ചിനീയർമാരും ഉള്ളത് കൊണ്ട് സ്തോത്രം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന്റെ സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച്. കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് അല്ലേ? സ്ട്രെസ് മാനേജ്മെന്റ്. മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ പറയുമ്പോൾ ഇവിടെ സൈക്യാട്രിസ്റ്റ് വന്നൊരു വചനം പറയുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം ഏതാ? മത്തായി 11:28 വാക്യം. അത് ഏറ്റവും വലിയ സ്ട്രെസ് മാനേജ്മെന്റിന്റെ വാക്യമാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം എൻ്റെ പേഷ്യൻസിനോട്, ക്ലയൻസിനോട്, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്തിട്ടുള്ള വാക്യം ഏതാന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മത്തായി 11:28 ആയിരിക്കും എന്നാണ്. ഈ സ്ലൈഡ്, ഈ ഒരു പിക്ചർ ഞാൻ വെല്ലൂര് കരിഗിരിയിലായിരുന്ന സമയത്ത്, വെല്ലൂർ മിഷൻ ഹോസ്പിറ്റലിലെ കരിഗിരി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എൻ്റെ ഒരു ക്ലയന്റ് ആയിട്ടുള്ള ഒരു
സഹോദരൻ വന്ന് ഇതുപോലെ പുള്ളി ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ കുറച്ച് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഒരു വാക്യം ഒന്ന് ഡിസൈൻ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. പുള്ളി എനിക്ക് ഇംഗ്ലീഷിലും തമിഴിലും ഡിസൈൻ ചെയ്ത് തന്നു. ഈ അടുത്താണ് അത് മലയാളത്തിലും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തത്. ഞാൻ ആ ഒരു പാട്ടിന്റെ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, എന്റെ ഈശ്വനായകൻ എന്നുള്ളത്, ആ പാട്ടിന്റെ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഇത് മലയാളത്തിലും കൂടെ ആക്കി. ആഹ് എന്താ ഇവിടെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലാത്ത സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു പയ്യൻ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലിരിക്കുന്ന ഒരു പയ്യനല്ലേ ഇവിടെ ഇരിക്കുന്നത് അല്ലേ, കുനിഞ്ഞിരിക്കും, എന്താ വല്ലാത്ത ഭാരം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ വലിയ ഭയങ്കര സൈക്കാട്രിക് ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ തലമുണ്ടയ്ക്ക് വലിയൊരു ഭാരം ആരെങ്കിലും എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു ഒരു പ്രഷറാണ്, ഒരു സമ്മർദ്ദമാണ് അല്ലെ, ഒരു മർദ്ദം, ഒരു സമ്മർദ്ദം അല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള വലിയ നമ്മുടെ തലയുടെ മണ്ടയ്ക്കുള്ള ഭാരമാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ടും ഇടായിരുന്നു. പക്ഷെ മനസ്സിന്റെ മണ്ടയ്ക്കുള്ള ഭാരമാണെങ്കിലോ നമ്മൾ ഇടാൻ നോക്കിയാലും ചിലപ്പോൾ അവിടെ തന്നെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭാരമായിട്ട് ചിലത് ഇങ്ങനെ യുനോ കൺസൾട്ടേഷൻ ആയിട്ട് വരുമ്പോൾ ചില ചെറുപ്പക്കാരൊക്കെ പറയാം, ഡോക്ടർ എന്റെ ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരം മാതിരി, ഇങ്ങനെ മനസ്സിങ്ങനെ കല്ലിച്ചിരിക്കുന്നവണൊക്കെ ഇതൊരു ഭാരം മാതിരി. ആ ഭാരം ഇതെല്ലാം ഇങ്ങോട്ടായി ഒരു വരണ്ട ഇരുണ്ട അവസ്ഥയിൽ ഭാരം ചുമന്നുകൊണ്ടിരിക്കുവാണ്. ആരാ? ഈ നമ്മളോരോരുത്തരും അറിഞ്ഞും അറിയാതെ ആ ഭാരത്തെ, അതിപ്പം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചില പ്രയാസങ്ങൾ കാരണം, ചിലപ്പം ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ജോലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, നമ്മുടെ പഠിത്ത സംബന്ധമുള്ള പ്രശ്നമായിരിക്കാം, നമ്മളുടെ വ്യക്തി ജീവിതത്തിലുള്ള ചില പാളിച്ചകൾ, ചില അബദ്ധങ്ങൾ, ചില വീഴ്ചകൾ, ചില കുറ്റബോധങ്ങള്, പാപബോധങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ ഒരു ഭാരമായിട്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ചില വ്യക്തി ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകള്, നമ്മള് അപ്പനമ്മമാരും തമ്മിലുള്ള പ്രശ്നങ്ങള്, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങള്, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങള്, അമ്മായി അമ്മ അളിയൻ ഇൻഡോസുമായിട്ടുള്ള പ്രശ്നങ്ങള്, അയൽവക്കത്തുകാരുമായിട്ടുള്ള പ്രശ്നങ്ങള്, ചിലപ്പോൾ കൂട്ടു സഹോദരങ്ങളുമായിട്ട് തന്നെയുള്ള ചില ഈഗോ ക്ലാഷ് പ്രശ്നങ്ങളും, അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഭാരങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആ ഭാരങ്ങളെല്ലാം എങ്ങോട്ട് ഇട്ട് കൊടുക്കണമെന്നാ പത്രോസ് ചായൻ പറഞ്ഞേ. പത്രോസ് ചായനെ അറിയത്തില്ലേ? പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 5:7 എന്താ വായിക്കുന്നേ? 1 പത്രോസ് 5. നിങ്ങൾ എല്ലാവരും പേപ്പറും ഒക്കെ ആയിട്ടിരിക്കുന്നതിൽ എന്തൊരു സന്തോഷം. മത്തായി 11:28 എഴുതിയിട്ടതല്ലോ, എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ എങ്കിലും ഒന്ന് എഴുതിയെടുക്കണം. പിന്നെ 1 പത്രോസ് 5:7 ആരാ എടുത്ത് വായിക്കുന്നേ? യേശു കർത്താവ് നിങ്ങൾക്കായി അല്ലെങ്കിൽ എനിക്കായിട്ട് കർത്താവ് ഇന്ന് കരുതുന്നതാകിയാൽ. ഇവിടെ ഇപ്പൊ ഈ പവർ പോയിന്റ് വർക്ക് ചെയ്യത്തില്ലായിരുന്നു, അപ്പൊ പെട്ടെന്ന് ഡിൻസി അത് എന്തോ ഓൺലൈൻ എന്തൊക്കെയോ സംഘടിപ്പിച്ച് അതൊക്കെ വർക്ക് ചെയ്യുമാറാക്കി. അപ്പൊ ദൈവം കരുതുന്നു. അപ്പൊ അവൻ കരുതുന്നതാകിയാല് നിങ്ങളുടെ സകല ചിന്താഗതി എങ്ങോട്ട് ഇടണം? നമ്മൾ തന്നെ പിടിച്ചുകൊണ്ട് വാദം പിടിച്ചുകൊണ്ട് ഇരിക്കേണ്ട കാര്യം നമ്മളെ കർത്താവിലേക്ക് എടുക്കാം. ഞാൻ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്ന യുനോ ഒരു ട്രയാങ്കിൾ, ഒരു കോഗ്നിറ്റീവ് ട്രയാങ്കിൾ നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ. കോഗ്നിറ്റീവ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സൈക്കാട്രിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, സൈക്കോളജി രംഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണിത്. നമ്മുടെ മനസ്സിന്റെ ഫംഗ്ഷനെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ത്രികോണത്തിന് എത്ര കോണുണ്ട്, എത്ര പോയിന്റ്, എത്ര മൂലയുണ്ട്? 3. ഏതൊക്കെയാണ് ഈ ത്രികോണം? കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തയെ കുറിക്കുന്ന ഒരു വാക്ക കോഗ്നിഷൻ. നമ്മുടെ ചിന്തയെയും നമ്മളുടെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഠനം, അങ്ങനെയൊക്കെയുള്ള മെമ്മറി, ഓർമ്മ, അതിനെല്ലാം കൂടെ കുറിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് കോഗ്നിഷൻ എന്നുള്ളത്. അപ്പൊ കോഗ്നിറ്റീവ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അവിടെ മോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തോട്ട്സ്, ചിന്തകളുണ്ട്, ഇപ്പുറത്ത് ഇമോഷൻസ് ഉണ്ട്, ഇപ്പുറത്ത് ബിഹേവിയർ ഉണ്ട്. പേപ്പറിനകത്ത് വരച്ചോ ട്രയാങ്കിള്? വരച്ചോ? തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ. അപ്പം നമ്മളുടെ ഇമോഷൻസിന്റെ തലത്തിലാണ് പലപ്പോഴും നമുക്കൊരു ഭാരം, അല്ലാത്തൊരു അല്ലാതെ ഭാരമായിട്ട് തോന്നുന്നു, അനുഭവപ്പെടുന്നു. ആ ഒരു ഇമോഷൻസിലാണ് സ്ട്രെസ് കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഒരു അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്ന് പറയാൻ അറിയത്തില്ല, എനിക്കൊന്ന് സംസാരിക്കാൻ അറിയത്തില്ല, എനിക്കൊന്ന് പാടാൻ അറിയത്തില്ല, എനിക്കൊന്ന് മുമ്പ് ഒന്ന് 4 വാക്ക് പറയാൻ അറിയത്തില്ല, വല്ലാതൊരു ലജ്ജാശീലം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അപ്പൊ അത് കാരണം അത് ബിഹേവിയറിൽ റിഫ്ലക്ട് ചെയ്യും. അതിന്റെ പിന്നിൽ കുറച്ച് നെഗറ്റീവ് തോട്ട്സ് കാണും. പക്ഷെ ഇമോഷൻസിന്റെ തലത്തിൽ നമുക്കൊരു വല്ലാതെ സ്ട്രെസ് ആയിട്ട് പലതും കാര്യങ്ങൾ തോന്നും. അപ്പം ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ പിന്നിൽ എന്തുണ്ട്? ചില നെഗറ്റീവ് ചിന്തകൾ വന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങള്, തോന്നലുകള് നമ്മൾ അനുഭവിക്കുമ്പോൾ അതിന്റെ പിന്നില് ചില നെഗറ്റീവായിട്ടുള്ള
ചിന്തകൾ വന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ട് ചിന്ത ഞാൻ മുമ്പേ പറഞ്ഞത്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അയ്യോ ഞാനൊരു പരാജയമാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ എല്ലാവരും എന്നെ കളിയാക്കും, എനിക്ക് അത്ര ലുക്സ് പോരാ, എനിക്ക് അത്ര ഹൈറ്റ് പോരാ, കളറ് പോരാ, അല്ലെങ്കിൽ എനിക്ക് അത്ര സാമർഥ്യം പോരാ, എന്റെ സ്വരം അത്ര പോരാ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലാത്തൊരവസ്ഥ, നമ്മളുടെ വില എന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാവരും ഉറങ്ങാതിരിക്കുന്നുണ്ടല്ലോ അല്ലേ? പാടുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുക, ചിലര് ക്ഷീണം കൊണ്ടൊക്കെ ഉറങ്ങുന്നവർ കാണാം, സാരമില്ല. വല്ലാത്തൊരു പ്രയാസവും അങ്ങനെയൊക്കെയുള്ള ചില നമ്മളെ കുറിച്ച് തന്നെ ഒരു അപകർഷതാബോധം, ലോ സെൽഫ് എസ്റ്റീം ഒക്കെ കാരണം നെഗറ്റീവ് തോട്ട്സ്, ആ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഇന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് പോയിക്കോണം. അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം നമുക്കൊരു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ, നെഗറ്റീവ് പരീക്ഷ ടെൻഷനും പിന്നെന്താ ഭയങ്കര വേർപ്പ്, ഭയങ്കര വെപ്രാളം, അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ പിന്നിലുള്ള ആ നെഗറ്റീവായിട്ട് ചിന്തകൾ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഞാൻ വളരെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇതുപോലൊക്കെയുള്ള ചില നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ആയിരിക്കും. NAT എന്നൊക്കെ പറയും, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ആയിരിക്കും. നമ്മൾ തന്നെ അറിയാതായിരിക്കും. ചിലപ്പോൾ കൊച്ചുനാളിലുള്ള ചില അനുഭവങ്ങളിലൂടെ, കൊച്ചുനാളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തപ്പോൾ എല്ലാവരും കളിയാക്കി കാണും. അപ്പൊ അതിനുശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിക്കല് നിങ്ങൾ വരുമ്പോഴത്തേക്ക്, ഓ ഇവന് ഭയങ്കര വിക്കുന്ന കണ്ടില്ലേ, അതായത് ഇവള് സംസാരിക്കുന്ന കൊഞ്ച് വിക്കി സംസാരിക്കുന്ന കണ്ടില്ലേ. അപ്പൊ അത് പിന്നെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിച്ച് പിന്നെ എന്ത് പറയുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ പറയാൻ നോക്കുമ്പോഴത്തേക്കും പിന്നെ വിക്കൽ വരുന്നു. അത് പിന്നെ വിക്കൽ ഒരു ശീലമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിന്റെയോ ഇമോഷന്റെയോ ഒക്കെ പിന്നില്, നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സ്വഭാവം, നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അതിന് മലയാളമൊന്നും ഇല്ലല്ലോ അല്ലെ? നെഗറ്റീവും പോസിറ്റീവും, ക്രിയാത്മകം എന്ന് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവ് നിഷേധാത്മകം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ, ക്രിയാത്മകം നിഷേധാത്മകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വയസ്സ് ചെയ്യുന്ന അമ്മച്ചിമാർക്ക് വരെ മനസ്സിലാവും, അപ്പച്ചമാർക്ക് വരെ മനസ്സിലാവും പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? അല്ലേ? അപ്പം നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിന് പിന്നിൽ ആ നെഗറ്റീവ് തോട്ട്സ് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് ആ നെഗറ്റീവ് തോട്ട്സ് ദൈവവചനം കൊണ്ട് നമ്മള് അത് റീഫ്രെയിം ചെയ്യണം. എന്ന് പറഞ്ഞാല്, ഇപ്പം ഞാൻ ഈ സെഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ സംസാരിച്ച അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞൊരു വാക്യം സാറ് പറഞ്ഞു. എന്ത് വാക്യാ പറഞ്ഞേ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തില് മതിയായവൻ. എവിടാ പറഞ്ഞിരിക്കുന്നേ? ഫിലിപ്പിയർ 4:13. വെരി ഗുഡ്. ഫിലിപ്പിയർ 4:13 പൗലോസ് ഏത് കൊട്ടാരത്തിൽ വെച്ചാ അത് എഴുതിയത്? ജയിലിൽ വെച്ചാ എഴുതിയല്ലേ? അത് കൊട്ടാരത്തിലോ വലിയ മഹാസൗധത്തില് ഭയങ്കര എല്ലാ സുഖ സൗകര്യങ്ങളോട് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പം പൗലോസ് ഇങ്ങനെ എമ്പൊക്കെ വിട്ട് എന്നെ കൊണ്ടെല്ലാം പറ്റും എന്ന് പറയുന്നതല്ല. വലിയൊരു AC ചെയറിലൊക്കെ ഇരുന്ന് അങ്ങനെയുള്ളതല്ല, മറിച്ച് കാരാഗ്രഹം. അന്നത്തെ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാരാഗ്രഹങ്ങൾ, ഇന്നത്തെ ജയിൽ മാതിരി ഒന്നുമല്ല. അന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലാത്ത കുഴിയില് വല്ലാതെ ഇഴജന്തുക്കളും വല്ലാത്ത പ്രയാസങ്ങളും ഒക്കെ ആയിരുന്ന സമയം, അതുപോലെ ചെങ്ങലയും അതൊക്കെ ഉള്ള അതുപോലുള്ള കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് പൗലോസിന്റെ കാരാഗ്രഹ ലേഖനത്തിൽ ഒന്നാണ് എന്ത്? ഫിലിപ്പി ലേഖനം. ഫിലിപ്പി ലേഖനത്തില് പൗലോസ് അതിന്റെ അവസാനത്തെ അധ്യായം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് പറയുക, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. അതായത് നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുമോ? മനസ്സിലായോ? അന്ന് എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നീ ഒരു പരാജയമാ, അല്ലെങ്കിൽ നീ ഇങ്ങനാണ് അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരുപക്ഷെ ചിലപ്പം മാതാപിതാക്കൾ തന്നെ ആയിരിക്കും അറിയാതെ ഈ പറയുന്നത്. ഞാൻ പല യുവാക്കളെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയും, എന്റെ പപ്പ തന്നെ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞേ, എന്റെ മമ്മി തന്നെ പറഞ്ഞു. മാതാപിതാക്കളാണ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുമ്പോൾ എല്ലാം ചെയ്യുന്നത്, എല്ലാം ശരി തന്നെ. പക്ഷെ പലപ്പോഴും ഈ നമ്മുടെ സ്ട്രെസ് എല്ലാം കൂടെ, മാതാപിതാക്കളായാലും കുഞ്ഞുങ്ങളായാലും നമ്മുടെ സ്ട്രെസ് എല്ലാം കൂടെ നമ്മുടെ ലവ്ഡ് വൺസിന്റെ ഇടയ്ക്കാണ് തീർക്കുന്നത്. അങ്ങാണ്ട് തൊഴിലിന്റെ അമ്മയുടെ നെഞ്ചെന്ന് പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിനുള്ള സമ്മർദ്ദം എല്ലാം കൂടി ചിലപ്പോൾ അപ്പനമ്മമാരെ കൊച്ചുങ്ങളുടെ ഇടയ്ക്ക് മണ്ടയ്ക്ക് തീർക്കും, കൊച്ചുങ്ങൾ അപ്പനമ്മമാരുടെ മണ്ടയ്ക്ക് തീർക്കും. അപ്പം നെഗറ്റീവായിട്ടുള്ള പല സംസാരങ്ങളും ഒക്കെ നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ചേച്ചി ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ടീച്ചർ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കും. അതുപോലൊക്കെയുള്ള ചില കുത്തുവാക്കുകളോ നമ്മളെ മുറിപ്പെടുത്തുന്ന ചില വാക്കുകളോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരോടൊക്കെ അങ്ങ് ക്ഷമിക്കുക. അവരുടെ അറിവില്ലായ്മയിൽ, അവരുടെ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അവരൊക്കെ പറഞ്ഞു പോയതാ. അതുകൊണ്ട് അവരോട് ഇനി എന്തെങ്കിലും കൈകൊണ്ട് നിങ്ങൾ കാരണമാ എന്ന് പറഞ്ഞിട്ട് വിറക് കൊണ്ടാനല്ല, മറിച്ച് അവരോടൊക്കെ ക്ഷമിക്കുക. ഇന്ന് നമ്മളുടെ ചിന്തകളെല്ലാം ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചെടുക്കണമെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെ ഒരു വാക്യമുണ്ടോ? എവിടെ?
2 കൊരിന്ത്യർ 10:5 വാക്യം. നിങ്ങൾ എഴുതി വെച്ചാൽ മതി, വീട്ടിൽ ചെന്ന് വായിക്കണം. 2 കൊരിന്ത്യർ 10:5. എങ്ങനെ ഈ അങ്കിളിന് ഇത്രയും വാക്യമൊക്കെ റെഫറൻസ് ഓർമ്മയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്ക്, കൊല്ലം ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ കരുനാഗപ്പള്ളി, അവിടെ ഇപ്പോൾ അത് മുനിസിപ്പാലിറ്റി, പണ്ടത്തെ ഗ്രാമമായിരുന്നു. അവിടെ ആ ഗ്രാമത്തില് ജനിച്ചു വളർന്ന ആളാണ് ഞാന്. ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ വളരെ അമ്പലഭക്തനായിട്ട്, വളരെ യാഥാസ്ഥിതികമായ അമ്പലഭക്തിയും നാമജപവും സഹസ്രനാമങ്ങൾ, രാവിലെ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമം ചൊല്ലും, വൈകിട്ട് ലളിത സഹസ്രനാമം ചൊല്ലും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, സ്കൂളിൽ പോകുന്ന വഴിയിലെങ്കിലും 2 അമ്പലത്തിലെങ്കിലും കയറി ചന്ദനക്കുറിയൊക്കെ തൊട്ട് വളരെ ഭക്തനായിട്ട് വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ, അമൃതാനന്ദ ഭക്തിയും, പിന്നെന്താ ഭഗവത്ഗീതയും, ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷനും, പോസിറ്റീവ് തിങ്കിങ്ങും എന്ന് വേണ്ട അതുപോലെയൊക്കെയുള്ള വലിയ ഭക്തിമാർഗത്തിലൊക്കെ കൊച്ചുനാളെ സ്കൂൾ തലത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ സാക്ഷി ഞാൻ മൊത്തം കൂടെ പറയാൻ അത് പറയുന്ന സമയം കാണത്തില്ല. അതുകൊണ്ട് ഞാനത് ബിൻസിക്ക് അതിന്റെ എന്റെ ജീവിത സാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ അയച്ചു തരാം. നിങ്ങളത് സമയം പോലെ കേൾക്കുകയൊക്കെ ചെയ്യാം. എന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ സെക്കൻഡ് പ്രീ ഡിഗ്രി, ഇപ്പൊ +2 നമ്മൾ പറഞ്ഞ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു ഞങ്ങളുടെ സമയത്ത്. സെക്കൻഡ് ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ. തിരുവനന്തപുരത്ത് മാർവിനസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്ത് 1999 ഡിസംബർ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസം രാവിലെ, ഞാൻ വലിയ വലിയ സമാധാനവും വലിയ ഒരു തത്വചിന്തയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഉടനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഇത് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല, ഒരു ശൂന്യതയാണെന്ന് ഞാൻ തന്നെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് അന്ന് ആ സുപ്രഭാതത്തില്, അതായത് 25-കാൽ വർഷം മുമ്പ്, 4 നൂറ്റാണ്ട് മുമ്പ്, 1999 ഡിസംബർ മാസം 19-ാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ ആയിരുന്നെങ്കിൽ, അവിടെ ആ മാർവേനസ് കോളേജിൽ ഫിസിക്സ് ബയോളജിയിൽ ഒളിമ്പ്യാഡിന് എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ബോർഡിംഗ് സെറ്റ് ബ്രഷപ്പ് ചെയ്യണം. പക്ഷെ എന്തെങ്കിലും മനസ്സിലൊരു സമാധാന സ്വസ്ഥതയില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഉള്ളാലെ ഞാൻ അവിടെ, അപ്പത്തേക്ക് ഞങ്ങൾ സിംഗിൾ റൂം ആയിരുന്നു, ഞാൻ മാത്രമേ റൂമിലുള്ളൂ. മേശക്കരികിലെ കസേര ഇട്ടിരിക്കുക, മേശപ്പുറത്ത് സരസ്വതി ദേവിയുടെ ഫോട്ടോ ഇരിപ്പുണ്ട്, കഴുത്തില് സ്വർണ്ണമാലയിൽ ഈ ഗണ്ടയൊക്കെ ജപിച്ചു കെട്ടിയ സ്വർണ്ണമാല കിടക്കുവാണ്, ഭഗവത്ഗീതയും സഹസ്രനാമങ്ങളും എല്ലാം മേശക്കകത്ത് പുറത്തുമായിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഞാൻ ഫസ്റ്റ് ഡിഗ്രി ആയിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ന്യൂ ടെസ്റ്റ്മെന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡിഗ്രി ആയിരുന്ന സമയത്ത് ഞാൻ തന്നെ ഒരു ഫുൾ ബൈബിള് എന്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചൊരു ഫുൾ ബൈബിളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത്, ഈ ഞാൻ പറയുന്ന ഈ 1999 ഡിസംബർ 19 രാവിലെ, ഈ ഒരു മനസ്സിന്റെ ഈ ഒരു ശൂന്യതയുടെ ആ ഒരു സമയത്ത് പെട്ടെന്ന് എന്നെ സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചുള്ള ഒരു ഉള്ളാലൊരു ബോധ്യവും, ആ ദൈവം അതീവ പരിശുദ്ധനായിട്ടുള്ള ഒരു ദൈവമാണെന്നുള്ള ഉള്ളാലൊരു ബോധ്യവും, പെട്ടെന്ന് ഞാൻ ആ ദൈവത്തിന് മുമ്പാകെ ഒന്നും അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതുവരെ എന്റെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ വലിയ എന്തോ ആത്മീയനായ മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ ഞാനൊന്നുമില്ല, ഞാനൊരു നീച പാപിയാണ്, ഞാൻ ഒന്നുമില്ല എന്നുള്ളൊരു ഉള്ളാലൊരു കൺവിക്ഷൻ, അത് പരിശുദ്ധാത്മാവിലൂടെ ഇത് വരുവുള്ളൂ. എന്നാൽ ദൈവം അത് പെട്ടെന്ന് എനിക്ക് തരികയും, എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണം എന്നുള്ളൊരു പ്രേരണ. ബൈബിൾ എടുത്ത് ബാക്കി ഈ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ ഹൈന്ദവ ഇതെല്ലാമുള്ള പുസ്തകങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണം എന്നൊരു തോന്നല്. ബൈബിൾ എടുത്ത് തുറന്ന് എന്റെ കണ്ണുകൾ ഉടക്കുന്നത് എഹെസ്കേൽ, ഇംഗ്ലീഷിൽ എസെക്കിയേൽ നമ്മൾ പറയും, മലയാളത്തിൽ എഹെസ്കേൽ 36-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം നിലച്ചാൽ നിങ്ങളെ നിർമ്മലരാക്കും, നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നൽകും, നിങ്ങളുടെ കല്ലുപോലെ ഹൃദയത്തെയും നിങ്ങളുടെ ജഡത്തിൽ നിന്ന് മാറ്റി മാംസമായുള്ള ഒരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് തരും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എന്നാണ് ഈ 3 വാക്യങ്ങൾ. അത് വായിക്കുന്നതും എന്റെ ഹൃദയത്തില് വലിയൊരു സ്വർഗത്തിന്റെ വലിയൊരു സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ വലിയൊരു നദിയായിട്ട്, വെള്ളച്ചാട്ടമായിട്ട് എന്റെ ഹൃദയത്തിൽ വന്ന് നിറയുകയും, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പായിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ നദിയും വെള്ളച്ചാട്ടവും ഒക്കെ അനേകം മടങ്ങ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്ന് എനിക്ക് കർത്താവിന് മുമ്പാകെ സാക്ഷ്യം പറയാനായിട്ടും, ആ വലിയൊരു സ്വർഗീയ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ അന്ന് അതായത് കർത്താവുള്ള ഒരു സ്നേഹബന്ധത്തിന് അതിലേക്ക് വന്നിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ. അങ്ങനെ ഒരു കർത്താവുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നിട്ടുള്ളവരായിരിക്കാം നിങ്ങള് പലരും. എങ്കിലും ഒരുപക്ഷെ ആ ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം പോലും കർത്താവായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ മുമ്പേ നമ്മൾ കണ്ടതുപോലെ പല നെഗറ്റീവ് ചിന്തകളും ഭാരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പിന്നെയും ഈ പിശാച് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്നതിന് ശേഷവും ഇനി ആരെങ്കിലും കർത്താവിന്റെ മക്കളായി തീരാത്തതായിട്ട് ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴാണ്
സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ സമയം, രക്ഷാ ദിവസം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? യേശുവേ, ഞാനൊരു പാപിയാണ്, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം, അവിടുന്ന് എന്റെ പാപത്തിന്റെ ശിക്ഷ എല്ലാം കാൽവരി കുരിശില്, കർത്താവെ അവിടുത്തെ ആ ശിക്ഷ നിത്യമായിട്ടുള്ള ഞാൻ സഹിക്കുന്ന നിത്യ നരകയാതന എല്ലാം കാൽവരി കുരിശിൽ അവിടുന്ന് എനിക്ക് വേണ്ടി സുഖമൊഴിച്ചു, അവിടുന്ന് എനിക്കായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പൊ തന്നെ അങ്ങ് സ്വീകരിച്ചേക്കുക. അതിന് വലിയ വലിയ ചടങ്ങൊന്നുമില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപക്ഷെ ആ രക്ഷയുടെ ഒരു നിർണയം ഇല്ലാതെ ഉറപ്പില്ലാതിരിക്കുന്നവരൊക്കെ കാണും. അപ്പം ഇത്രേ ഉള്ളൂ, കർത്താവെ ഞാൻ പാപിയാണ്, എനിക്ക് അങ്ങേ കൂടാതെ പറ്റത്തില്ല, അങ്ങ് മാത്രമേ സത്യദൈവമായിട്ടുള്ളൂ, അങ്ങ് എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നതിനെ വിശ്വസിക്കുന്നു, അങ്ങനെ ഹൃദയത്തിലേക്ക് ഇപ്പൊ തന്നെ വരണം, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിലേക്ക് വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുതിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രസാദകരമല്ലാത്ത നമ്മുടെ മനസ്സാക്ഷിയിൽ എന്തെല്ലാം ബോധ്യം വരുന്നുണ്ടല്ലോ അതെല്ലാം വിട്ടു പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവെ അവിടുത്തെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ഇപ്പം പ്രാർത്ഥിക്കുവാണെങ്കിൽ ഇപ്പം തന്നെ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവായിട്ട് വരികയും ദൈവമായിട്ടൊരു സ്നേഹബന്ധത്തിന് ഒരു തുടക്കമാവുകയും ചെയ്യും. ആ തുടക്കത്തിൽ മാത്രം പോരാ, നമ്മള് സ്നേഹബന്ധമൊക്കെ തുടങ്ങിയവരാ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷെ വീണ്ടും പിശാച് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവന്റെ കയ്യിൽ കുറെ തീയമ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? എഫേസ്യർ 6-ാം അധ്യായത്തില് അതിന്റെ 16-17 വാക്യങ്ങളില് ദുഷ്ടന്റെ തീയമ്പുകൾ, അഗ്നിശരങ്ങൾ തൊടുത്തു വിട്ടിടുകിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഒരു പാട്ടിലൊക്കെ പാടുന്നുണ്ട്. സേനാനായകനീന്റെ വാഴ്ത്തിയിടുമേ എന്നുള്ളൊരു പാട്ടിനകത്ത് നമ്മൾ അതുപോലെ അഗ്നിശരങ്ങൾ എന്ന് പറഞ്ഞാല് തീയമ്പുകൾ. അതിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പിശാചും കിങ്കരന്മാരും കൂടെ, പിശാചും അവന്റെ ഭൂതഗണങ്ങളെല്ലാം കൂടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എങ്ങനെങ്കിലുമൊക്കെ ഈ ലോക വ്യവസ്ഥയിലൂടെ നമ്മുടെ ജഡത്തിനെ ഒന്ന്, നമ്മുടെ ജഡം, നമ്മുടേതായ ഒരു സ്വന്തം ഇഷ്ടം ആകുന്ന ഒരു ജഡം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ, അയ്യോ എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോ നീളത്തിന്റെ ചിന്തയായിരിക്കും, ഞാനാണ് വലിയ ആള്, മറ്റേ ആരും ഒന്നുമല്ല എന്ന് പറഞ്ഞൊരു നീളത്തിന്റെ ചിന്തകളായിരിക്കും. ഏതായാലും അമ്പട ഞാനേതായാലും അയ്യോ പാവം ഞാനേതാണെങ്കിലും രണ്ടും ജഡത്തിൽ നിന്ന് വരുന്ന സെൽഫിന്റെ, സ്വയത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. അത് തകർക്കപ്പെടുമ്പോൾ അത് ക്രിസ്തുവിന്റെ ക്രൂസിന്റെ മുമ്പില് കർത്താവേ ഞാനൊന്നുമല്ല, ഞാൻ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു, എന്റെ ഭാരങ്ങളെല്ലാം അവിടത്തേക്ക് ഇട്ട് തരുന്നു. ഞാൻ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് കേട്ടോ. ഇദ്ദേഹം എന്തോ വലിയ ഭജന പ്രസംഗം വന്ന് നടത്തുവാണല്ലോ എന്ന് വിചാരിച്ച ഭജന പ്രസംഗം തന്നെ നടത്തുന്നേ. എന്നാൽ ഞാൻ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവില്, ആത്മീയ വീക്ഷണകോണിൽ കൂടെ നിങ്ങളോട് പറയുക. അപ്പോൾ അതുപോലെയുള്ള വല്ലാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പിശാച് കൊണ്ട് നമ്മുടെ ഈ ലോക വ്യവസ്ഥയിലൂടെ, ലോകം ജഡം പിശാചാണല്ലോ. അപ്പൊ പിശാച്, ലോകത്തിന്റെ അധിപനായിട്ടുള്ള, ലോകത്തിന്റെ പ്രഭുവായിട്ടുള്ള പിശാച് 1 യോഹന്നാൻ 5:19 ലോകത്തിന്റെ അധിപനാണ്, റൂളർ ഓഫ് ദി വേൾഡ് ആണ് പിശാച് എന്ന് പറയുന്നുണ്ട്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണെന്ന് എവിടെ? 1 യോഹന്നാൻ 5:19 നമ്മൾ വായിക്കുന്നുണ്ട്. എഴുതി വെച്ചോ? ഓക്കെ, 1 യോഹന്നാൻ 5:19 എഴുതി വെച്ചു. അങ്ങോട്ട് നോക്കുവാണ്. പേനയില്ലേ? ഉണ്ടോ? പേന വേണമെങ്കിൽ ഓക്കെ ഓക്കെ എല്ലാം ഷെയറിങ് എന്തോ. ഓക്കെ ഓക്കെ, ഒരാൾ എഴുതിയിട്ട് മറ്റേ ശരി. 1 യോഹന്നാൻ 5:19. അപ്പൊ അങ്ങനെ ഈ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ തന്നെ. ഈ അങ്കിള് വെറുതെ എല്ലാവരും എന്നെ വെറുതെ വിടത്തില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്റെ ചർച്ചിലെ ആൾക്കാർ തന്നെ പറയുന്നു, ആരും ഉറങ്ങാനും അനുവദിക്കത്തില്ല, എല്ലാവരും എഴുതുകയും വേണം, ഇത് എന്തൊരു മനുഷ്യൻ എന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ചിലപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്, പിശാചിന്റെ അധീനത. പിശാച് ഈ ലോക വ്യവസ്ഥയിലൂടെ, ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം എന്നാണ് 1 യോഹന്നാൻ 2:16 പറയുന്നത്. 1 യോഹന്നാൻ 2:16. വീട്ടിൽ ചെന്നിട്ട് ആ വാക്യങ്ങളൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. ഞങ്ങൾ പറഞ്ഞത് ശരിയാണോ, ഇത് വെറുതെ തട്ടിവിട്ടതാണോ, നമ്പേഴ്സ് ഒക്കെ ഭയങ്കര നമ്പർ ആയിരുന്നു, ഇപ്പൊ ഈ നമ്പറൊക്കെ തട്ടിവിട്ടതാണോ, അത് ബൈബിളിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം ബരോബക്കാരെ പോലെ ശോധന ചെയ്യണം. ബരോബക്കാരെ അങ്ങനെ പൗലോസ് പറഞ്ഞ അങ്ങനെ തന്നെയോ ശോധന ചെയ്തു എന്ന് എവിടെ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതും കൂടെ നോക്കിക്കോണേ. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ എടുത്ത് നോക്കി. ബെരോബറിയൻസ് അവര് മോർ നോബിൾ മൈൻഡഡ് ആയിരുന്നു ബാക്കി തെസ്സലോനിക്കയിലുള്ളവരെക്കാട്ടിലും. എന്ന് വെച്ചാൽ അവര് അപ്പോസ്തലൻ പറഞ്ഞൊക്കെ അങ്ങനെ തന്നെയൊന്ന് തിരുവഴുത്തുകളെ ദിനംപ്രതി ശോധന ചെയ്തു വന്നു. അപ്പോസ്തലപ്രവൃത്തി 17-10-11. ഓക്കെ, അപ്പം ഈ പിശാച് ലോക വ്യവസ്ഥയിലൂടെ നമ്മുടെ ജഡത്തിലുള്ള രാഗമോഹങ്ങളൊക്കെ ഇങ്ങനെ തൊടുത്തുവിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ജഡത്തില് ഇതിന് രാഗമോഹങ്ങൾ ഉണ്ടെന്നാണ്
ഗലാത്യർ 5:24 വാക്യത്തിൽ പറയുന്നത്. ഗലാത്യർ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്നാണ് ഗലാത്യർ 5:24 പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ജഡത്തിലുള്ള രാഗമോഹങ്ങളിലൂടെ കൺമോഹം, ജഡത്തിലുള്ളതും ഈ ലോകത്തിലുള്ളതും ജഡത്തിലുള്ളതും ഒക്കെ സെയിമാണ്. കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപമാകുന്ന ആ മോഹങ്ങളൊക്കെ തൊടുത്തു വിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്തകൾ വരും. അത് ഈ പറഞ്ഞു വരുന്നത് നെഗറ്റീവ് ചിന്തകൾ. അത് നമ്മൾ എങ്ങനെ റീഫ്രെയിം ചെയ്യണം എന്ന് ഇപ്പൊ പറഞ്ഞേ. ആ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ മണ്ടയ്ക്കോട്ട് അങ്ങ് ഇടണം. കർത്താവ്, എനിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഈ വീട് പണിക്കൊക്കെ ആൾക്കാര് ഇഷ്ടിക പാസ് ഓൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരാൾ ഇഷ്ടിക എടുത്തുകൊണ്ട് വന്ന് മൊത്തവും കൂടെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. പലരും എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് പാസ് ഓൺ ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഒരാൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കൊടുക്കും. മറ്റേയാൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും, അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ അങ്ങ് മുകളിൽ ചെല്ലും. കണ്ടിട്ടില്ലേ? ഓക്കെ. ഇവിടെ വീട് പണിയുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കയ്യിലേക്ക് ഈ പിശാച് എന്ത് ചെയ്യും? നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോഴത്തേക്ക് നമ്മളെ പെട്ടെന്ന് ആർക്ക് എടുത്തു കൊടുക്കണം? കർത്താവിന് അങ്ങ് പാസ് ഓൺ ചെയ്യണം. ഈ ദംഷദാൻസോ അങ്ങനെ ഇടയ്ക്ക് കളിയുണ്ടല്ലോ, അതിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പാസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നിഗളത്തിന്റെ ചിന്തകളാകാം. നിഗളം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഞാൻ പിന്നെ ഞാൻ തന്നെ ആണ് എന്നുള്ള അങ്ങനെയുള്ള നമ്മളതിനെ ഉയർത്തുന്ന ചിന്തകളാകാം. അല്ലെങ്കിൽ താഴ്വ് മനപ്പാൻമ എന്ന് തമിഴ് പറയും. ഞാൻ തമിഴ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലൂര് 9 കൊല്ലം ഉണ്ടായിരുന്നു. വെല്ലൂരായിരുന്നു ഞാൻ എൻഡിയും DPയും ഒക്കെ ചെയ്തത്, CMC വെല്ലൂര്. അപ്പൊ അവിടുന്ന് കുറച്ച് തമിഴ് കിട്ടി. ഇപ്പൊ ഇപ്പോഴും ഇടയ്ക്കൊക്കെ തമിഴ് കൺസൾട്ടേഷൻസ് ഒക്കെ വരുമ്പോൾ തമിഴ് സ്ഥലങ്ങളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് പിന്നെ സംസാരിക്കും, കുറച്ച് തമിഴ് വാക്കുകളൊക്കെ വരും. അപ്പൊ താഴ്വ് മനപ്പാൻമ എന്ന് പറഞ്ഞാല് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാല് താഴ്വ് മനപ്പാൻമ, ലോ സെൽഫ് എസ്റ്റീമിന് മലയാളത്തിൽ എന്താ പറയുന്നത്? അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, നമുക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് മുമ്പില് ഇങ്ങനെ ഇടപെടാനും വർത്താനം പറയാനും അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളായിരിക്കും. ചിലപ്പോൾ വേറെ ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളൊന്ന് ആലോചിച്ച്, വേറെ എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് നമുക്ക് വരുന്നത്? ചിലപ്പോൾ ദേഷ്യത്തിന്റെ നെഗറ്റീവ് ചിന്തകൾ. ഭയങ്കര എന്നാലും എന്നെ കുറിച്ചാണോ അങ്ങനെ പറഞ്ഞത്? എന്നെ കുറിച്ച് എന്റെ അടുക്ക അങ്ങനെ പറയാൻ ആർക്കാ ധൈര്യം? എന്നെ കുറിച്ച് അയാൾ പരദൂഷണം പറഞ്ഞു കണ്ടില്ലേ, എന്നെ ഒരു ബഹുമാനിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള ചില ദേഷ്യത്തിന്റെ, ചിലപ്പോൾ കയ്പിന്റെ, ക്ഷമിക്കാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ ക്ഷമിക്കത്തില്ല, ചത്താലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ചില വീരവാദം പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, കണ്ണെടുത്താൽ പിന്നെ എങ്ങനെ കാണുന്നതെന്ന് ചോദിക്കാൻ. അതുപോലെയൊക്കെയുള്ള ചിലപ്പോൾ നമ്മളത് വാക്കിൽ പറയും, ചിലപ്പോൾ ഇത് ചിന്തകളിലായിരിക്കും. അപ്പൊ ഈ ചിന്തകളെല്ലാം കൂടെ ഈ നെഗറ്റീവ് തോട്ട്സ് ആണ്, നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ട് പിന്നെ നമുക്ക് ടെൻഷനായി, വെപ്രാളമായി, പാൽപിറ്റേഷൻ, ഹൃദയമിടിപ്പ് കൂടുന്നു. പിന്നെന്താ, ചിലപ്പോൾ അത് ഇവിടെ ഈ കോഗ്നിറ്റീവ് ട്രൈമറോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം, ഇമോഷൻസിനോട് ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോ ഇട്ടിട്ട് ബോഡിയിലും കൂടെ നമുക്ക് എഴുതാം. ശരീരം അത് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നെഞ്ചിടിപ്പ് കൂടുന്നു, വിയർക്കുന്നു. ചിലർക്കാണെങ്കിൽ ഭയങ്കര തലവേദന, അയ്യോ ഉള്ള സ്കാൻ എല്ലാം എടുത്തു, ഉള്ള EG എല്ലാം എടുത്തു, ഉള്ള ടെസ്റ്റുകളെല്ലാം എടുത്തു, എല്ലാം നോർമലാണ്. ഒരു ശാരീരികമായ ഒരു കാരണമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ ടെൻഷൻ ആയിരിക്കും, നെഗറ്റീവ് ചിന്തകളായിരിക്കും. ചിലപ്പം ക്ഷമിക്കാൻ പറ്റുന്ന മനോഭാവമായിരിക്കും, ചിലപ്പം ഒരു നിരാശയായിരിക്കും, നമ്മളുടെ ഒരു തലവേദനയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ തലവേദന തന്നെ ആയിരിക്കണം എന്നില്ല, ചിലർക്ക് നെഞ്ചുവേദന ആയിരിക്കും, ചിലർക്ക് ശരീരത്തിന്റെ പല പല ലക്ഷണങ്ങളായിരിക്കും. കൈകാലും മൊത്തവും വേദന, അയ്യോ എനിക്ക് എപ്പോഴും നടുവേദന. എല്ലാ ശാരീരിക ലക്ഷണങ്ങളുടെയും കാരണം മനസ്സിന്റെ പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ശാരീരികമായ ലക്ഷണങ്ങളുടെ ഒരു കാരണം മനസ്സിന്റെ ഈ നെഗറ്റീവ് ചിന്തകൾ ആകാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ള മരുന്നെല്ലാം കഴിച്ചു, ഉള്ള ടെസ്റ്റ് എല്ലാം എടുത്തു, അത് കഴിഞ്ഞിട്ട് പലർക്കും പല കാര്യങ്ങളിലും ഒരു എന്താ പറയുക, പല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല ആസ്മ, അലർജി, എക്സിമ, മൈഗ്രെയിൻ, ആർത്രൈറ്റിസ്, ഇതിന്റെ എല്ലാം കാരണം മനസ്സിന്റെ സമ്മർദ്ദം എന്നല്ല. എന്നാൽ അതിന്റെയൊക്കെ ഒരു കാരണം എന്തൊക്കെ പറഞ്ഞു? ആസ്മ, മൈഗ്രെയിൻ, അൾസർ, ആർത്രൈറ്റിസ്, എക്സിമ, രോഗം, സന്ധിരോഗം, യുനോ തലവേദന, വിട്ടുമാറുന്ന തലവേദന, അങ്ങനെയൊക്കെയുള്ള അലർജി, ശ്വാസമുട്ടല്, പലപ്പോഴും എന്താ മനസ്സിന്റെ സ്ട്രെസ് കാരണം ഇതെല്ലാം കൂടെ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഈ മനസ്സിന്റെ സ്ട്രെസ് മനസ്സിന്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമായിട്ടും ഇന്റർലിങ്ക്ഡ് ആയിട്ട്, വളരെ കണക്റ്റഡ് ആയിട്ട്, വളരെ പരസ്പര ബന്ധിതമായിട്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ കർത്താവിലേക്ക് നമ്മളങ്ങ് സമർപ്പിക്കുകയും, കർത്താവിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അങ്ങ് താഴ്ത്തി, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നമ്മളതിനെ താഴ്ത്തി ആ ഭാരങ്ങളെ കർത്താവിലേക്ക് ഇടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശ്വാസം, പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞ്
കർത്താവിന്റെ ഒരു ആശ്വാസവും സമാധാനവും. ഞാൻ മുമ്പേ കാണിച്ച ആ സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. ഈ ഭാരത്തെ എല്ലാം കർത്താവിന്റെ മേലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലൊരു ശാന്തതയിലേക്ക്, സ്വസ്ഥതയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് നിറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ദൈവവചനത്തിലേക്ക് നയിക്കുന്നു. എല്ലാ ദിവസവും നമ്മള് ദൈവാത്മാവിനാൽ ഇതുപോലെ നമ്മളതിനെ താഴ്ത്തി എല്ലാം ആരംഭത്തെ വിട്ടുകൊടുത്ത് ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നു. ദൈവവചനത്തിലേക്ക് ദൈവാത്മാവ് നമുക്കൊരു ദാഹം തരുന്നു. ദൈവവചനത്തില് നമ്മൾ അതുപോലെ വേഗൂന്നുമ്പോൾ മുലകൂടി മാറിയ ഒരു ശിശുവിനെ പോലെ എന്റെ പ്രാണനെ ഞാൻ മിണ്ടാതെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞു? ദാവീദ് 131 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്റെ പ്രാണനെ ഞാൻ മിണ്ടാതെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞ് പാലൊക്കെ പൊടിച്ചപ്പോഴോടായിട്ട് കിടക്കുന്ന ഉറങ്ങുന്നുണ്ടല്ലേ പറഞ്ഞതുപോലെ നമ്മളുടെ വചനം എന്ന മായമില്ലാത്ത പാലെന്ന 1 പത്രോസ് 2-ന്റെ 1 പത്രോസ് 2-ന്റെ 2-3 വാക്യങ്ങളിൽ വചനത്തെ മായമില്ലാത്ത പാലെന്നാ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ആ വചനമാകുന്ന മായമില്ലാത്ത പാലൊക്കെ കുടിച്ച് നമ്മള് കർത്താവിന്റെ മാർവില് വചനത്തെ നമ്മൾ ധ്യാനിക്കുകയും അങ്ങനെ നമ്മളൊരു സ്വസ്ഥതയിലേക്ക് വരണം. ഞാൻ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന ഒരു 8 കാര്യങ്ങൾ, 8C പെട്ടെന്നൊന്ന് ഞാൻ എന്യൂമറേറ്റ് ചെയ്യും. സ്ട്രെസ് മാനേജ്മെന്റിന് കുറച്ച് സമയം എടുക്കാൻ തോന്നുന്നു. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് പോവാം. സ്ട്രെസ് മാനേജ്മെന്റ് തന്നെ, സ്ട്രെസ് ഒക്കെ മാനേജ് ആയി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ശരിയാവും. ബാക്കിയുള്ള എല്ലാം ഇത് ശരിയാവും. സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ സ്ലൈഡ് ഈ ഒരു 8 കാര്യങ്ങളിൽ ഒരു 3 കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സി തുടങ്ങുന്ന സി ആക്രോണിം അല്ലെങ്കിൽ ന്യൂമോണിക് ആയിട്ടുള്ള സി എന്നുള്ള ലെറ്റർ തുടങ്ങുന്ന 3 ഫ്രേസസ് ഇവിടെ കാണാം. പിന്നെ ഒരു 5 ഫ്രേസസ് കൂടെ അടുത്ത സ്ലൈഡിൽ വരും. ഒന്ന് ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്, കാസ്റ്റ് യുവർ ബർഡൻസ് അൺടു ദ ലോർഡ്. എല്ലാം ഭാരങ്ങൾ, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ കർത്താവിന് മേലെ. ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഇപ്പം തന്നെ എന്താണ് പറയുന്നത്, പെട്ടെന്ന് ഈ പ്രൊജക്ടർ ആദ്യം വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ഹൃദയത്തിൽ നെഗറ്റീവ് ചിന്ത വരാം. പക്ഷെ അപ്പം നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കർത്താവിലേക്ക് കർത്താവ് എല്ലാം ചെയ്യും. അത് എങ്ങനെയായാലും ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനമുണ്ട്. ഞാൻ പ്രാക്ടിക്കലായിട്ട് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ബസ് മിസ്സായി, അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷ നമുക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച ജോലി അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഡിലേ വരുന്നു, നടക്കാതെ വരുന്നു, ചിലപ്പോൾ വിവാഹിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, വേറെ പല പല കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്തായാലും ആ ഭാരത്തെ കർത്താവിലേക്ക് കൊടുത്ത് കർത്താവിന്റെ സ്വസ്ഥത, കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കുമെന്ന് എവിടെ പറയുന്നത്? റോമർ 8:28 പറയുന്നത്, യേശു കർത്താവ് എല്ലാം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന എവിടെ പറയുന്നത്? റോമർ 8:28 എഴുതി വെച്ചു. ഓക്കെ, വെരി ഗുഡ്. റോമർ 8:28 എല്ലാ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു പറയുന്നു. അപ്പൊ ഞാൻ പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വാക്ക് ഞാൻ ആദ്യം പറഞ്ഞു, ഫിലിപ്പിയർ 4:13. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ടു ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണെന്ന് ഫിലിപ്പിയർ 4:13 പോസിറ്റീവായിട്ട് റീഫറൻസ് ചെയ്യാൻ. വേറൊരു വാക്കാ ഞാനിപ്പോ പറയാം, റോമർ 8:28. വേറൊരു വാക്യം 1 Corinthians 10:13. കഴിയുന്ന കൂടുതൽ കർത്താവ് പരീക്ഷ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന വാക്യമാണ്. കർത്താവ് വിശ്വസ്തനാണ്, നമുക്ക് മനുഷ്യർക്ക് നേരിട്ടില്ലാത്ത പരീക്ഷകളൊന്നും നേരിട്ടില്ല, ദൈവം വിശ്വസ്തൻ, കഴിയുന്ന കൂടുതലൊന്നും കർത്താവ് അനുവദിക്കത്തില്ല എന്ന് അവിടെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും ദൈവം അനുവദിക്കത്തില്ല. 5ാം ക്ലാസ്സുകാരന് 10ാം ക്ലാസ്സുകാരന് ചോദ്യം പേപ്പർ കൊടുക്കും, 5ാം ക്ലാസ്സുകാരന് 5ാം ക്ലാസ്സുകാരന് ചോദ്യം പേപ്പർ ഏതൊരു ടീച്ചറായാലും കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ദൈവം അത് സഹിക്കാൻ, ഇതിലൂടെ കടന്നു പോകാനുള്ള ഒരു കൃപ എനിക്ക് തരും, ഒരു പോക്ക് വഴി ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 1 Corinthians 10:13. പിന്നെ വേറൊരു വാക്യം 2 Corinthians 12:9. എത്ര? എന്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ആ കൃപ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി സഫിഷ്യന്റ് ഫോർ മീ, എനിക്ക് മതിയായതാണ്. അപ്പൊ അങ്ങനെ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ കർത്താവിലേക്ക് വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മ നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിനെ കുറുക്കി പോസിറ്റീവായിട്ട് ഈ വചനപ്രകാരം ചിന്തിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അപ്പം ഞാൻ കാസ്റ്റ് യുവർ ബർഡൻസ് ഒരു സി പറഞ്ഞു, പെട്ടെന്ന് ബാക്കിയുള്ള സീസ് കൂടെ പറയും. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ ആൻഡ് ഇറ്റ് വിൽ സർപ്രൈസ് യു വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ. ഒരു പാട്ടുണ്ട് ഇംഗ്ലീഷിൽ. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് എവിടെ പറയുന്നേ? സങ്കീർത്തനം 103 2ാമത്തെ വാക്യത്തില ഫോർഗെറ്റ് നൺ ഓഫ് ഹിസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ദൈവം തന്നിട്ടുണ്ട്. പലരും ഒക്കെ കൺസൾട്ടേഷൻ ഭയങ്കര സ്ട്രെസ്സുമായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പറയും, ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം വല്ലാത്ത പ്രയാസമുണ്ട്, പക്ഷെ നമ്മളെക്കാട്ടിൽ എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ഇല്ലേ?
ചിലപ്പോൾ യുദ്ധഭൂമിയിലുള്ളവര് അല്ലെങ്കിൽ വല്ലാത്ത ഭയങ്കര വേദനയിലും വല്ലാത്ത ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ നമ്മളെക്കാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ദൈവം നമുക്ക് എന്തെല്ലാം നന്മകൾ തന്നിട്ടുണ്ട്. നമുക്ക് ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നു, കണ്ണ് കാണാൻ പറ്റുന്നു, ചെവി കേൾക്കാൻ പറ്റുന്നു, കൈ അനക്കാൻ പറ്റുന്നു. ഇതെല്ലാം ബ്ലെസ്സിങ്സ്. നമുക്ക് എന്തെല്ലാം നന്മകൾ നമ്മുടെ ആലോചിച്ച ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്ക് നിരാശ വരാൻ തോന്നുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ലോർഡ് പ്രൈസ് യു, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പലപ്പോഴും ഇന്ന് നമ്മളുടെ സ്തോത്രങ്ങളൊക്കെ ഒരു അധരവ്യായമാ. എല്ലാവരും ശുശ്രൂഷകൻ പറയുന്നു, എല്ലാവരും സ്തോത്രം ചെയ്യാം, സ്തോത്രം സ്തോത്രം. പക്ഷെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം വരണം. കർത്താവിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്നെ രക്ഷിച്ചു, എനിക്ക് എന്തെല്ലാം നന്മകൾ തന്നു, അതിനായിട്ട് നന്ദി സ്തോത്രം എന്ന് നമ്മൾ ഹൃദയത്തെ അർത്ഥമാക്കി നമ്മളുടെ അത് ചർച്ച വരുമ്പോൾ മാത്രമല്ല, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മൾ ആരെയാ അവിടെ ഫോക്കസ് ചെയ്യുന്നത്? യേശുവിനെയാ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജഡത്തിൽ യാതൊരു നന്മയില്ലെന്ന് റോമർ 7:18 പറയുന്നുണ്ട്. റോമർ 7:18 എന്താ പറയുന്നത്? നമ്മുടെ ജഡത്തിൽ നമ്മളുടെ യാതൊരു നന്മയില്ല. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ നമ്മൾ നിരാശപ്പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരിലേക്ക് നോക്കണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് നോക്കുമെന്ന് എബ്രായർ 12:2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എബ്രായർ 12:2 വാക്യത്തില് യേശുവിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ, കർത്താവിന് നന്ദി പറയും. നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മാറി കർത്താവിലേക്ക് മാറുമ്പോഴാണ് ഈ സ്തോത്രം വരും. അത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. പിന്നെ മൂന്നാമത്തെ സോവറൻ കൺട്രോൾ സി. മറ്റേത് കാസ്റ്റ് ഡൗൺ കൺട്രോൾ. സോവറൻ കൺട്രോൾ ബൈ ദ ലോർഡ്. വിതൗട്ട് ഹിസ് നോളജ് ആൻഡ് പെർമിഷൻ നത്തിങ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. കർത്താവിന്റെ അറിവ് അനുവാദം കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചു, ദൈവം അറിയാതെ അനുവദിക്കാൻ വേണ്ടി ശരിയാണ്. നമുക്കിപ്പോ വല്ലാത്തൊരു അബദ്ധം പറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മളൊരു പാപത്തിൽ വീണുപോയി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക നഷ്ടം വന്നിരിക്കട്ടെ. ഇപ്പം ഈ അടുത്തൊരു ഡോക്ടറായിട്ടുള്ള ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ആണ്. അദ്ദേഹം എന്തോ ഒരു ക്രിപ്റ്റോ കറൻസി അതൊക്കെ ഇന്റർനെറ്റിൽ കണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ലക്ഷങ്ങൾ നടത്തി എല്ലാം പോയി. ഭയങ്കര ഡിപ്രഷനോടെ ഭാര്യയായിട്ട് വന്നു. അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണ്, സംഭവിച്ചു. നമ്മള് ശരി, ആർക്കായാലും വല്ലാത്ത പ്രയാസമാണ്. ഇപ്പൊ എങ്കിലും ദൈവം തമ്പുരാൻ അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആലോചിച്ച് നോക്കും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ദൈവം അറിയാതെ അനുവദിക്കാതെ? സോ ദൈവത്തിന്റെ ഒരു പരമാധികാരം, സോവറൻ കൺട്രോളിലാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എല്ലാം നന്മക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. റോമർ 8:28 മനസ്സിലായോ? അങ്ങനെ നമ്മളുടെ ആ നെഗറ്റീവ് ചിന്തകളെ കർത്താവിലേക്ക് ഇട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് പോസിറ്റീവായിട്ട് വചനപ്രകാരം ചിന്തിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് എവിടെ പറയുന്നേ? റോമർ 12:2 വാക്യത്തിൽ ബി റിന്യൂഡ് ഇൻ യുവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സ് പുതുക്കുന്നേ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ പോയി അതിനെ എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് വചനപ്രകാരം യേശു കർത്താവ് കാര്യങ്ങൾ കാണുന്നത് പോലെ കാണുന്ന, അതാ മനസ്സ് പുതുക്കുക എന്ന് പറയാം. ഇപ്പൊ സോവറൻ കൺട്രോൾ ഓഫ് ദ ലോർഡ്. ഇത് പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇന്നൊരു ബ്ലാങ്ക് സ്ലൈഡാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ നോക്കിയാൽ ഒരു പൊട്ട് കാണുന്നുണ്ട്, ഇത് ചെറിയൊരു വെള്ള ഡോട്ട് കാണുന്നുണ്ട്. കാണാൻ പറ്റുമോ? എനിക്കൊന്ന് അത്ര ചെറിയൊരു വെള്ള ഡോട്ട്. അത് എന്താന്ന് ചോദിച്ചാല് ഞാനിപ്പോ അത് ഒരു ഫോട്ടോഗ്രാഫാണ്. അത് എവിടെ നിന്ന് എടുത്ത ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1990 ഇപ്പൊ എത്രാമത്തെ 7 വർഷം നമ്മൾ 2025, 1990 നാസയുടെ വോയേജർ 1 നിന്ന് സൗരയൂഥത്തിൽ പോയ ആ നാസയുടെ വോയേജർ 1 ഭൂമിയുടെ നേർക്ക് തിരിഞ്ഞ് ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പൊ അതിനകത്ത് ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ ഭൂമി. ഇവിടെ ഞാൻ എറണാകുളത്ത് കുറവിലങ്ങാട് വരാൻ വേണ്ടി 2.5 മണിക്കൂർ. ഇതൊരു വലിയ കേരളം. പക്ഷെ ഇത് കൊച്ചു കേരളമാണ്. ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചു കേരളം. ഇന്ത്യ തന്നെ ഇന്ത്യക്കാട്ടിൽ എത്രയോ വലിയ രാജ്യങ്ങള് 7th ലാർജസ്റ്റ് മറ്റുമാണ് തോന്നുന്നു ഇന്ത്യ, അല്ലെ? ലാർജസ്റ്റ് കൺട്രി ആണെന്ന് തോന്നുന്നു. ഇന്ത്യക്കാട്ടിൽ എത്രയോ വലിയ രാജ്യങ്ങൾ അമേരിക്കയും ചൈനയും റഷ്യയൊക്കെ. അപ്പൊ പക്ഷെ ഇത്രയും വലിയ ഭൂമിയാ. പക്ഷേ ഈ വലിയ ഭൂമി എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ കണ്ണിൽ എന്തുവാ? ഒരു കൊച്ചു മറ്റേ മുമ്പേ കണ്ട കടുകുമണി പോലും പെയിൽ ബ്ലൂ ഡോട്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് വലിയ പ്രശ്നവും എന്റെ അങ്കിള്, എന്റെ ഡോക്ടറെ, എന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ വലിയവനായ ദൈവത്തിനെ
ഒന്നുമില്ല. ഓ, ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ കൊച്ചു പിള്ളേർ വന്ന് പറയും, അയ്യോ പപ്പ, അച്ഛാ, ഉയ്യോ, എനിക്ക് വലിയ പ്രശ്നം പറഞ്ഞ വലിയ കാര്യം എന്ന് പറയുമ്പോൾ, ഓ ഇതായിരുന്നു വലിയ പ്രശ്നം, ഇത്രയേ ഉള്ളൂ, പോയി. അത്രയേ ഉള്ളൂ. നമ്മളുടെ സ്വർഗത്തിലെ അപ്പച്ചനോട് ചെന്ന് പറയുമ്പോൾ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ, ഉറങ്ങുന്നവരൊക്കെ എഴുന്നേറ്റിരിക്കുകയും എന്താ മുഖം കഴുകിയിട്ട് വരികയും വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ വലിയ പ്രശ്നങ്ങളൊക്കെ കർത്താവിന്റെ വലിപ്പത്തിന്റെ മുമ്പില് ഇതൊക്കെ കൊച്ച്, ഈ വലിയ ഭൂമി പോലും ദൈവത്തിന്റെ വലിപ്പത്തിൽ എന്താ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ഭൂമിക്കകത്ത് നമ്മളെന്തോ വലിയ ആളെന്ന് നമ്മുടെ വിചാരം. അപ്പൊ ഈ വലിയ ആളായിട്ടുള്ള നമ്മൾ വലിയ പ്രശ്നമായിട്ടിരിക്കുമ്പോ ഈ ഭൂമി തന്നെ ഇത്രയോ ഇട്ടാവട്ടം പോലും ഇല്ല, ഒന്നും ഒരു പോയിട്ട് ഇടാൻ പോലും ഇല്ല. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിന്റെ വലിപ്പത്തിൽ, വാട്ട് എ മൈറ്റി ഗോഡ് വി സെർവ് എന്ന ഒരു പാട്ട് പാടുന്നുണ്ട് അല്ലേ. എത്ര സർവശക്തനായ വലിയവനായ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു കുത്തിടാൻ പോലും ഇല്ല. അപ്പൊ അതെല്ലാം ദൈവത്തിനെല്ലാം നമ്മള് എന്തോ അതിനടുത്ത് വരാം. അടുത്ത് പറയുമ്പോൾ കൺസിഡറിങ് ഫ്രം എ ഹയർ ആൻഡ് ലോങ് ടേം പെർസ്പെക്റ്റീവിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നാലാമത്തെ സി, ഞാൻ 3C പറഞ്ഞു. നാലാമത്തെ കൺസിഡർ, ഹയർ ആൻഡ് ലോങ് ടേം പെർസ്പെക്റ്റീവ്. നമ്മുടെ വലിയ പ്രശ്നങ്ങള് ഒരു ലോങ് ടേം ആയിട്ട്, ഇപ്പൊ ചിലത് ഈ ആങ്കർ മാനേജ്മെന്റിന്റെ പ്രശ്നമായിട്ട് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ ഒരു കനേഡിയൻ സിറ്റിസൺ, ശ്രീലങ്കക്കാരനായ എന്നാൽ കാനഡയിൽ പോയി സെറ്റിൽ ചെയ്തിട്ട് കൺസൾട്ടേഷൻ ആയിട്ട് അങ്ങോട്ട് കരുനാഗപ്പള്ളി വന്നു. അപ്പൊ അതിന് കുറച്ച് ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ്, കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വിശ്വാസികളുടെ സഹോദരന, ഞാന് ഈ ഈ ഒരു കാര്യം പറയാം. നമുക്ക് ഭയങ്കര ടെൻഷൻ, ഭയങ്കര ദേഷ്യം വരുന്ന വലിയ കാര്യം ഒരു 2 മണിക്കൂറിന് ശേഷം എന്തായിരിക്കും എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അയ്യോ ഇതൊന്നും വലിയ ദേഷ്യപ്പെട്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, നമ്മൾ വെറുതെ സീനാക്കി, വെറുതെ എനർജി കളഞ്ഞ്, വെറുതെ ഷോ കാണിച്ച് ഈ 2 മണിക്കൂർ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ, ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ, ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇപ്പം ഭയങ്കര ദേഷ്യവും ടെൻഷൻ ഉണ്ടാകുന്ന വലിയ കാര്യങ്ങൾ ഒന്നും അല്ല. ലോങ് ടേം ആയിട്ട് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ നിത്യതയുടെ വിളിച്ചത് ഇപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞിട്ടെന്ന് ഞാൻ പറഞ്ഞു, 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇവിടെ കാണും. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ സ്വർഗത്തിലായിരിക്കും, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നരകത്തിലോട്ട് പോകും. അതുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കണം. അപ്പൊ 100 വർഷത്തിന് ശേഷം നമ്മൾ എല്ലാവരും എങ്ങോട്ടായിരിക്കും? അവിടെ അതിന് മുമ്പ് കർത്താവ് വന്ന കർത്താവിന്റെ സൗഷ്ടാന്ത വാഴ്ചയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ റെസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോ നമ്മൾ ഈ ഭൂമിയിലെ വലിയ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. മനസ്സിലായോ? നമുക്ക് എന്തോ കടിച്ചപ്പെട്ടത് വലിയ പ്രശ്നങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാവും. കൺസിഡർ ഫ്രം എ ലോങ് ടേം. കൺസിഡർ ദ ലെസ്സർ ഫോർച്യുനേറ്റ്, അത് അടുത്ത സി. നമ്മളെക്കാട്ടിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മളെക്കാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര് ലോകത്തുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാനുള്ളൂ. ശരിയാക്കത്തവരെ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ. ഇപ്പൊ തന്നെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ ഇന്ന് വന്നിരുന്ന് ഇത് കേൾക്കാനെങ്കിലും സാധിക്കുന്നു. ഇത് പറ്റാത്ത ആൾക്കാർ, ഇതുപോലൊരു റൈറ്റ് ഗൈഡൻസ് ഇല്ലാതെ, ഇപ്പൊ ലിൻസിയും സാറിനെയൊക്കെ പോലുള്ളവര് നീ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലൊക്കെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നു. പക്ഷെ ഇതൊന്നും പറ്റാത്ത ആൾക്കാരും, ഇതൊന്നും പറ്റാതെ പലരും ആത്മഹത്യയിലോട്ടും പല പല അഡിക്ഷൻസിലോട്ടും പല പല അടിമത്ത സ്വഭാവങ്ങളിലോട്ടും പല പല ഊരാക്കുടുക്കുകളിലോട്ടൊക്കെ പോയി ജീവിതം തൊലച്ച് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന എത്രയോ പേര് നമ്മൾ ചുറ്റുമുണ്ട്. അപ്പൊ കൺസിഡർ ദ ലെസ്സർ പേഴ്സൺ, കർത്താവേ നന്ദി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ പമ്പ കിടക്കും. പിന്നെ അടുത്ത് ക്രഷ് ടു കംഫർട്ട്. അതിനകത്ത് 2C ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതിന് ക്രഷിങ് എക്സ്പീരിയൻസസ് എന്ന് വെച്ചാൽ ചില നുറുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കംഫർട്ട് ആവാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ 7 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും ഇതിനകത്ത് ചില ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. ഇതിനകത്ത് 7ാമത്തെ ചോദ്യം അബ്യൂസ് ആൻഡ് ട്രോമ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് കൊച്ചുനാട്ടില് ഞാനിപ്പോ ഈ ക്രഷ് കംഫർട്ടിന്റെ ഒരു എക്സാമ്പിൾ, ഇന്നലെ ഒരു കൗൺസിലിംഗ്, ഒരു പെൺകുട്ടി ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുമായിരുന്നു. ഒരു 27 വയസ്സുള്ള ഒരു യുവതി, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, വീണ്ടും ജന്മം പ്രാപിച്ച ഒരു കുട്ടി തന്നെ. പക്ഷേ ആ സൗഹൃദ ജീവിതത്തില് കുറച്ച് നാളിലൊക്കെ ഒരുപാട് പേര് വേണ്ടാത്ത രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. വേണ്ടാത്ത രീതിയിലുള്ള തൊടലുകളും തോണ്ടലുകളും, അതുപോലെ ഓൾമോസ്റ്റ് തന്നെ റേപ്പിലോട്ടൊക്കെ പോകത്തക്ക രീതി, അതുപോലൊക്കെ ഉള്ള രീതിയിലൊക്കെ പല രീതിയിലൊക്കെ പല സാഹചര്യങ്ങളൊക്കെ അതിനകത്ത് കുറിച്ച് രക്ഷിക്കപ്പെട്ട് ഇന്നത്തെ സന്തോഷമായിരിക്കുന്നുണ്ട്. മനസ്സിന്റെ വല്ലാത്തൊരു സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ അതുപോലൊക്കെ ഉള്ള ഒത്തിരി, ഇപ്പൊ അത് അബ്യൂസ് ആൻഡ് ട്രോമ എന്ന് പറഞ്ഞ ടോപ്പിക് ഇവിടെ വന്നത് എന്ന് പറഞ്ഞാൽ
അതുപോലെയൊക്കെയുള്ള വേണ്ടാത്ത വല്ലാത്തൊരു കയ്പ് നിറഞ്ഞ അതുപോലെയുള്ള ചില അബ്യൂസ്, അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങളായിരിക്കാം. ചിലപ്പം അതുപോലെ അത്രയും ആയിരിക്കത്തില്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ, ശാരീരിക അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില പേരൻസ് തന്നെ അങ്ങ് അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി പപ്പയും മമ്മിയൊക്കെ ചിലപ്പോൾ ഒത്തിരിയിട്ട് അടിക്കും. അങ്ങനെയുള്ള ഒരു സഹോദരനെ എനിക്കറിയാം. എന്നുവെച്ചാൽ കുശനാട്ടില് ആ സഹോദരന്റെ അച്ഛൻ, ആ സഹോദരൻ ഇപ്പൊ നല്ല വിശ്വാസിയായിട്ടുണ്ട്. എന്നാൽ ആ സഹോദരന്റെ അച്ഛന് അദ്ദേഹം മരണത്തിനൊക്കെ രക്ഷിക്കപ്പെട്ടത് എനിക്കറിയത്തില്ല. പക്ഷെ അച്ഛൻ ഒരുപാട് 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 തന്നെ ഒത്തിരി ഭാരം എടുപ്പിക്കുകയും ഒത്തിരി അടിക്കുകയും കളിയാക്കുകയും ഒന്നാമത് തിക്ത അനുഭവിച്ച അതൊക്കെ കൊണ്ട് ആ ദൈവശാസ്ത്രം രക്ഷിക്കപ്പെട്ടിന് വന്നത്. ഇത് വേറെ കാര്യം. പക്ഷെ എങ്കിലും അതിന്റെയൊക്കെ അതൊക്കെ പറഞ്ഞ ഒരു ദിവസം ഇടയ്ക്ക് കരയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെയൊക്കെയുള്ള ചില ട്രോമ, അതുപോലെയൊക്കെയുള്ള ചില കാര്യങ്ങള് അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം. ക്രഷ് ടു കംഫർട്ട്. അപ്പൊ ഇന്നലെ ഞാൻ ഈ ക്രഷ് ടു കംഫർട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇന്നലെ ആ സഹോദരിയുടെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ കാര്യം ക്രഷ് ടു കംഫർട്ടിന്റെ ആ ഒരു കാര്യം അതിന്റെ ഗ്രേപ്പ് ആൻഡ് വൈൻ, വീറ്റ് ആൻഡ് ബ്രെഡ് എന്നൊക്കെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗ്രേപ്പ് ആൻഡ് വൈൻ എന്ന് പറഞ്ഞാല് ഗ്രേപ്പ്, നമ്മൾ മുന്തിരിന്ന് മുന്തിരിച്ചാറ് ഉണ്ടാക്കണമെങ്കിൽ അത് ക്രഷ് ചെയ്യണം, അല്ലെ, മിക്സിയിലിട്ട് അടിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മളില് ചില ക്രഷിങ് എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ അതിലൂടെ ആ സാഹചര്യങ്ങളിലൂടെ ദൈവം നമുക്ക് തരുന്ന ഒരു ആശ്വാസവും സമാധാനവും ഉണ്ട്. അത് മറ്റനേകൊക്കെ നാളെ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സന്തോഷവും ജീവനും സമാധാനവും ഒക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നമ്മൾ വല്ലാത്തൊരു ട്രോമയിലൂടെ കടന്നു പോവാണ്. അയ്യോ, എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം അനുവദിച്ച്, നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളായിരിക്കാം. പല കാരണങ്ങൾ അതിന് കാണാം. പക്ഷെ അതിന് ഒരു പേർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, അതിന് പല പേർപ്പസസ് ഉണ്ട്. ഒരു പേർപ്പസ്, നമ്മൾ ഈ അതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്ക് ഉണ്ടാക്കി തീർക്കും. ദൈവത്തിന്റെ അറിവും അനുവാദവും കൂടാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. നമ്മൾ മുമ്പേ കണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഭാരങ്ങളെല്ലാം കർത്താവിന് ഇട്ട് കൊടുക്കണം എന്ന അതിന്റെ വേറൊരു സ്ത്രീയാണ് നമ്മളിപ്പം പറഞ്ഞേ. ഈ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് ചെന്ന് നമ്മളൊരു കർത്താവിൽ നിന്നൊരു ആശ്വാസം പ്രാപിക്കുമ്പോൾ ആ ആശ്വാസം നാളെ ഇതുപോലെ സഫർ ചെയ്യുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടുമുട്ടും. ഞാൻ തന്നെ ആ സഹോദരിയോട് പറയുമായിരുന്നു, നാളെ ഒത്തിരി there are so many women and children suffering like you around you in this world. You can be a word of hope to them. You can bring a word of hope to them tomorrow if you come out of this. And it was very delighted to hear that. എന്നുവെച്ചാൽ നമ്മള് ഈ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഒരു ആശ്വാസവും സമാധാനവും നാളെ അനേകരെ നമുക്ക് കൗൺസിൽ ചെയ്യാനും അനേകരെ വഴി നടത്താനും ഉത്സാഹിപ്പിക്കാനും പിന്നെ വിഷമിക്കേണ്ട. എന്റെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവിനെ ആശ്വസിപ്പിച്ച് ദൈവം ബലപ്പെടുത്തി അതുകൊണ്ട് നിന്നെയും കർത്താവ് ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അത് ധൈര്യപ്പെടുത്താനൊക്കെ വെച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ, അങ്ങനെ ഒരു അനുഭവം അത് നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ അതിനു വേണ്ടി വളരെ കോഷ്യസ് ആയിരിക്കണം. ചില അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള അബ്യൂസിലൂടെ പോകാതെ തക്കവണ്ണം ആരെങ്കിലും നമ്മളെ അതുകൊണ്ട് എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്ന കാര്യവും, അത് മാത്രമല്ല എപ്പോഴും ആരുടെയെങ്കിലും കൂടെ തന്നെ നിങ്ങളായിരിക്കണം, എപ്പോഴും ഒറ്റയ്ക്ക് അതുപോലെയൊക്കെയുള്ള വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലോട്ടൊന്നും എക്സ്പോസ് ആയി പോവാതെ ഇരിക്കത്തക്കവണ്ണം നമ്മൾ വളരെ ജ്ഞാനത്തോടെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് മത്തായി 10:16 വാക്യത്തില്, മത്തായി 10:16 കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ജ്ഞാനത്തോടെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. എല്ലാം ശരിയാണ്. പക്ഷെ അതൊക്കെ ആയിരുന്നിട്ടും ഒരു പക്ഷേ ഇങ്ങനൊക്കെ അകപ്പെടുന്ന ചില സാഹചര്യങ്ങളിലൂടെ ചിലതൊക്കെ അപ്പൊ അങ്ങനെ അകപ്പെട്ടവരല്ല ഈ പാമ്പിനെ പോലെ ബുദ്ധി ഇല്ലാത്തവരാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവരെ അങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നിട്ടും അങ്ങനെയൊക്കെ അതിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ശരി തന്നെ. പക്ഷെ എങ്കിലും കഴിവുള്ളിടത്തോളം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതായത് വളരെ അടുത്ത ബന്ധുക്കളായിരിക്കാം, വളരെ അടുത്ത അങ്കിൾമാരോ അയൽപക്കത്തുകാരോ കസിൻ ബ്രദേഴ്സോ ഒക്കെ ആയിരിക്കും. ചിലപ്പം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇതുപോലെയൊക്കെയുള്ള അബ്യൂസിലൂടെ ഒക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയുള്ളവരും പലരും വന്ന് കാര്യങ്ങളൊക്കെ പറയുന്ന അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു ലോകമാണ് നമ്മളുള്ളത്. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും എല്ലാം അതുപോലെയൊക്കെയുള്ള വേണ്ടാത്ത രീതിയിലുള്ള ചില അതുപോലെയൊക്കെയുള്ള ചില അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. അപ്പൊ പറഞ്ഞു വെച്ചാൽ അതിലൂടെയൊക്കെ കർത്താവ് തരുന്നൊരു ആശ്വാസം നമുക്ക് മറ്റുള്ളവരൊക്കെ ഒരു അനുഗ്രഹമാകും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കാനും കോഷ്യസ് ആയിട്ട് ജ്ഞാനത്തോടെ ആയിരിക്കാനും, അഥവാ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം നമ്മളുടെ അപ്പനന്മാരോട് പറയുക. അപ്പനന്മാർക്ക് അത് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
ചർച്ചിലെ പാസ്റ്ററായിട്ടുള്ള അങ്കിളിനോടോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട അപ്പനോടോ അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറോടോ ആ ഒരു കാര്യം ഒരു ശ്രദ്ധയിലേക്ക് വരത്തക്ക വണ്ണം ആരെങ്കിലും തുടർമാനമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള ചില സാഹചര്യങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അറുതി വരുത്തത്തക്ക വണ്ണം എത്രയും വേഗം അത് മുതിർന്നവരിലേക്ക് അതിന്റെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആവശ്യമുണ്ടെങ്കിൽ അവർ എടുക്കുകയും പിന്നെ വല്ലാതൊരു മാനസിക സംഘർഷത്തിലൂടെ ഒരുപക്ഷെ നിങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ കൂട്ടുകാരന്മാരോ കൂട്ടുകാരിയത്തികളോ ആയിരിക്കാൻ ഇതുപോലൊക്കെ കടന്നു പോകുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനോ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങിലോട്ടോ ഒരു വല്ലാത്ത ഉറക്കക്കുറവും വല്ലാത്ത ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ മെഡിസിൻസ് എടുക്കുന്ന കാര്യങ്ങളിലൊന്നും അമാന്തിക്കേണ്ട കാര്യമില്ല. മനസ്സൊക്കെ ഫ്രീ ആവാൻ അതൊക്കെ നല്ലൊരു പരിധി വരികയും എല്ലാം റെസ്റ്റോർട്ട് ആയിട്ട് വരാനൊക്കെ അത് സഹായിക്കും. ട്രസ്റ്റ്, കംഫർട്ട്, പിന്നെ കൺഫോം ടു ഹിസ് ലൈക്നെസ്. അത് അടുത്ത സി എല്ലാം യേശുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി ഈ രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ വന്നൊരു പാട്ട് പാടും കേട്ടോ. ഇത് പാട്ടാന്ന് മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു ചെറിയ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1:30 വരെ പോകാൻ ഇടയ്ക്ക് ബിൻസ് പറഞ്ഞിട്ടുള്ളേ. ഓക്കെ, അപ്പം കൺഫോം ടു ഹിസ് ലൈക്നെസ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം നമ്മുടെ കർത്താവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയാണെന്ന റോമർ 8:29 നമ്മൾ വായിക്കുന്നത്. റോമർ 8:28 എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ആ നന്മ എന്താണെന്ന് റോമർ 8:29 എന്താ പറയുന്നത്? ഏകജാതന്റെ ഏകജാതൻ എന്നല്ല അവിടെ പറഞ്ഞ ആദ്യജാതനായ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണെന്ന് അവിടെ പറയുന്നത്. നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കാൻ വേണ്ടി, യേശുവിനെ പോലെ താഴ്മയുള്ള ഒരാളെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കർത്താവിനെ പോലെ ആവുന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലേ ഉള്ളൂ. എന്നാൽ ഇന്ന് പ്രോഗ്രസീവായിട്ട് വർത്തമാനമായിട്ട് ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ കർത്താവിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് കർത്താവിനെ പോലെ കൂടുതൽ മനസ്സിലുള്ളവരാകാൻ, കർത്താവിനെ പോലെ കൂടുതൽ കരുണയുള്ളവരാകാൻ, കർത്താവിനെ പോലെ കൂടുതൽ കാർക്കശ്യമുള്ളവരാകാൻ, ചില പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെയൊക്കെ വളരെ കാർക്കശ്യമുള്ള നിലപാടെടുക്കാൻ, കർത്താവിനെ പോലെ താഴ്മയുള്ളവരാകുവാൻ, കർത്താവിനെ പോലെ നിസ്വാർത്ഥരാകാൻ, യേശുവിന്റെ സ്വഭാവത്തിലേക്ക് അനുരൂപപ്പെടാൻ വേണ്ടിയാണ് പല ട്രയൽസ്, പല ഭാരങ്ങൾ, പല സമ്മർദ്ദങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുക എന്നുള്ള കാര്യം കാണുന്നത്. പിന്നെ ക്ലോസർ ഇൻ ഫെലോഷിപ്പ്, അതെല്ലാം കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരുന്നതോറും യേശുവിനോടുള്ള അടുത്തൊരു സ്നേഹബന്ധത്തിലേക്ക് അത് വരുവാൻ നമ്മളെ സഹായിക്കും.